ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചത് ജൂൺ 2-ാം തീയതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഈ പരിപാടി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് ആരംഭിച്ചത്. വിദ്യാഭ്യാസ, ആരോഗ്യ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഓപ്പറേഷനാണ്, ഒരു മഹാദൗത്യമാണ് കേരള പോലീസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതുപ്രകാരം 8-ാം തീയതി വരെ ഏതാണ്ട് 6632 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 6182 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഏതാണ്ട് മയക്കുമരുന്ന് മൊത്തം ഏതാണ്ട് 35 കോടി രൂപയിലധികം വർത്തുള്ള വിലപിടിപ്പുള്ള മയക്കുമരുന്നാണ് ഇതുവരെ പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് കേരളത്തിലെ പൊതുജനങ്ങൾ ഇന്ന് ഏറ്റെടുത്തിരിക്കും. ഇപ്പോൾ 1 മാസം കഴിഞ്ഞിരിക്കുകയാണ്. 1 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭാവി തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മഹാദൗത്യമാണ്. ഇത് തുടങ്ങിയത് പോലീസാണെങ്കിലും ഇന്ന് സമൂഹത്തിലെ എല്ലാ ആളുകളും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായി മറ്റൊരു പരിഗണനയുമില്ല, കേൾക്കും അതീതമായി എല്ലാവരും ഈ പദ്ധതിയോട് സഹകരിക്കുക. 140 MLA-മാരോടും അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ജൂൺ 26 ഇൻ്റർനാഷണൽ ഡേ എഗൻസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. എല്ലാ ആളുകളും കേരളത്തിലെ 17,000-ഓളം സ്കൂളുകളിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുക്കുകയും അന്ന് തുഫാൻ പതാകകൾ ഉയർത്തുകയും ചെയ്തുകൊണ്ട് അതിവിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അവയർനെസ് ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനകത്ത് കോളേജുകളും സ്കൂളുകളുമായി, എല്ലാ സ്കൂളിലും കോളേജുകളുമായി 30,000-ത്തിലധികം ബോധവൽക്കരണ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇത് 3 ആസ്പെക്റ്റാണുള്ളത്. ഒന്ന് തുഫാൻ സ്ട്രൈക്ക്, അത് പോലീസ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടെ ചെയ്യുന്നതാണ്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യം. രണ്ടാമത്തെ തുഫാൻ വാരിയേഴ്സ്, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും ഞങ്ങൾ തുഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. വാരിയേഴ്സ് വിൽ ഫൈറ്റ് അഗൻസ്റ്റ് ദിസ് മിസ്ഡീഡ്. ആസ് റൈറ്റ്ലി പോയിന്റഡ് ഔട്ട് ബൈ സിറ്റി പോലീസ് കമ്മീഷണർ, ദിസ് ഈസ് എ വാർ അഗൻസ്റ്റ് ഡ്രഗ്സ്. അതിൽ വാരിയേഴ്സായിട്ട് എല്ലാവരെയും ഞങ്ങൾ മാറ്റുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളെയും മാറ്റി NCC കേഡറ്റ്സ്, SPC സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സ്, അതോടൊപ്പം തന്നെ NSS വാളണ്ടിയേഴ്സ് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ, സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, ചെറുപ്പക്കാരുടെ സംഘടനകൾ, അതുപോലെ തന്നെ പത്രപ്രവർത്തകർ, ഡോക്ടേഴ്സ്, എല്ലാവരെയും ഇതിൽ ഞങ്ങൾ അണിനിരത്തുകയാണ്. അപ്പോൾ ഈ കേരളത്തിന് ഏറ്റവും ആവശ്യം ഇതാണ് എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ പ്രൗഡ് കേരളയുടെ നേതൃത്വം ഒരു NGO ആണ്. അതിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ ഞാനൊരു വാക്കത്തോൺ സംഘടിപ്പിക്കുകയുണ്ടായി. എറണാകുളത്താണ് സമാപിച്ചത്. അപ്പോൾ പിന്നീട് ആഭ്യന്തര മന്ത്രിയായപ്പോഴാണ് ഇത് ഒഫീഷ്യലായി ഗവൺമെൻറ് പ്രോഗ്രാമായി ഞങ്ങൾ ഏറ്റെടുത്തത്. ഇത് വലിയ വിജയമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വൻതോതിലുള്ള വിജയമാണ് ഇന്നിപ്പോൾ ഓപ്പറേഷൻ തുഫാൻ ഉണ്ടായിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കേരള ഗവൺമെൻറ്റോ കേരള പോലീസോ പൂർണ്ണമായി അതുകൊണ്ടാണ് ഇന്ത്യയിലെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സെൻട്രൽ ഏജൻസീസ് അവരുടെ യോഗം വിളിച്ചു. കസ്റ്റംസ്, പോസ്റ്റൽ പോലീസ്, എക്കണോമിക്
റവന്യൂ ഇൻ്റലിജൻസ്, അതോടൊപ്പം തന്നെ IB തുടങ്ങിയിട്ടുള്ള എല്ലാ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഏജൻസികളുടെയും യോഗം ചേർന്നു. അവരുടെ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നെക്സ്റ്റ് സ്റ്റെപ്പായി 5 സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം വിളിച്ചു. ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് 5 ജില്ലകൾ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, പോണ്ടിച്ചേരി, കേരള, തമിഴ്നാട്, ഈ 5 സ്റ്റേറ്റുകളിലെയും DGPമാരുടെ യോഗം ഇന്നലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചുകൂട്ടി. കാരണം ഈ സെൻട്രൽ ഏജൻസികൾ തരുന്ന ഇൻഫർമേഷൻ കേരളത്തിന് മാത്രമായി ഇത് ചെറുക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലേക്ക് വരുന്നത് എവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് എവിടേക്കെല്ലാം പോകുന്നു, ഇതെല്ലാം വിലയിരുത്തിയ ശേഷമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം. വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു ഇന്നലത്തെ യോഗം. ആ യോഗത്തിൽ വെച്ച് നമ്മളെടുത്ത തീരുമാനം, ഓരോ സ്റ്റേറ്റും ഓരോ നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തും. ഇപ്പോൾ കേരള ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിരിക്കുന്ന നോഡൽ ഓഫീസർ പുട്ട വിമലാദിത്യ, നോർത്ത് റേഞ്ച് IG ആണ്. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഓരോ നോഡൽ ഓഫീസറെ തീരുമാനിക്കും. ആ നോഡൽ ഓഫീസേഴ്സ് പരസ്പരം ചർച്ച ചെയ്ത് ഡ്രഗ് ട്രാഫിക്കിംഗ്, കേരളത്തിൽ നിന്ന് വെളിയിലോട്ടും കേരളത്തിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വരുന്ന ഡ്രഗ്സിൻ്റെ പാസേജ് കണ്ടുപിടിക്കുകയും അതിനെ ഫലപ്രദമായി ജോയിൻ്റ് ഓപ്പറേഷനിലൂടെ തകർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ മാഫിയ ഇൻ്റർനാഷണൽ മാഫിയയാണ്. ഇത് വളരെ സജീവമാണ്. അവരും ഓരോ ദിവസവും സ്ട്രാറ്റജി, ദേ ആർ ചേഞ്ചിങ് ദെയർ സ്ട്രാറ്റജീസ് എവറി ഡേ. കടലിലൂടെയും കരയിലൂടെയും അതോ ആകാശത്തൂടെയും ഒക്കെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ആ സ്ട്രാറ്റജി മാറ്റുകയാണ്. കാരണം കേരള പോലീസ് വളരെ വിജിലൻ്റായി ജനങ്ങളുടെ സഹകരണത്തോടെ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ദേ ആർ ചേഞ്ചിങ് ദെയർ സ്ട്രാറ്റജീസ്. അപ്പോൾ അത് കണ്ടെത്തി 5 സംസ്ഥാനങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിനാണ് ഇപ്പോൾ കേരള പോലീസ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതിന് പത്രപ്രവർത്തകരുടെ സഹായം ഉണ്ടാകണം, എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതാണ് എനിക്ക് ഓപ്പറേഷൻ തുഫാനെ പറ്റി പറയാനുള്ളത്. ഇത് നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാനുള്ളതാണ്. ഇപ്പോഴെങ്കിലും നമ്മൾ ഉണർന്നില്ലെങ്കിൽ നാളെ നമുക്ക് കരയേണ്ടി വരും. ഇപ്പോഴെങ്കിലും നമ്മൾ ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് പരിതപിക്കേണ്ടി വരും. ഇപ്പോഴെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിട്ടില്ല എങ്കിൽ പിന്നീട് ഒരുമിച്ചിട്ടും കാര്യമില്ലാത്ത അവസ്ഥയുണ്ടാകും. അത്ര ഭയാനകമാണ് കേരളത്തിലെ ഡ്രഗ്സിൻ്റെ സാന്നിധ്യം. പെൺകുട്ടികളും ആൺകുട്ടികളും വ്യത്യാസമില്ലാതെ കോളേജ് ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ, പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മൾ നൈറ്റ് ലൈഫിനെ ഞാൻ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. നൈറ്റ് ലൈഫ് ഷുഡ് ബി റെസ്പോൺസിബിൾ. ഉത്തരവാദിത്വത്തോടെ നൈറ്റ് ലൈഫ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. DJ പാർട്ടികൾക്ക് നമ്മൾ എതിരല്ല. പക്ഷേ DJ പാർട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ തീർച്ചയായും അവിടെ പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ടാകും, നടപടി ഉണ്ടാകും. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് നമ്മളെതിരല്ല. പക്ഷേ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനവും ഉപയോഗവും അനുവദിക്കില്ല. കാരവാൻ, ഒരു കാരണവശാലും കാരവാനിൽ മയക്കുമരുന്ന് അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ കണ്ടാൽ അവിടെ പോലീസിൻ്റെ കരങ്ങൾ എത്തിച്ചേരും, ശക്തമായ നടപടി ഉണ്ടാകും. ഇതിനകത്തിൽ നിന്ന് ഒരു തരത്തിലുമുള്ള പക്ഷാപാതത്വം അനുവദിക്കില്ല. റെക്കമെൻഡേഷൻസ് ഈ കാര്യത്തിൽ അനുവദിക്കില്ല. പോലീസിന് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ കുഴപ്പങ്ങളോ ചെയ്താൽ അവരുടെ പേരിൽ നടപടിയുണ്ടാകും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ആഭ്യന്തരമന്ത്രി മുതൽ കോൺസ്റ്റബിൾ വരെ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് എറണാകുളം പ്രസ് ക്ലബ്ബ് ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നു എന്നത് തെളിയിക്കുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളിലും കോളേജുകളിലും നമ്മൾ അറിയാതെ തന്നെ എല്ലായിടത്തും ഈ പരിപാടി നടക്കുകയാണ്. എത്രയോ ഷോർട്ട് ഫിലിംസ്, വീഡിയോ ഫിലിംസ്, അതോടൊപ്പം തന്നെ ഡാൻസ്, എത്രയോ നാടകങ്ങൾ, ഷോർട്ട് ഫിലിംസ്, അങ്ങനെ മാജിക്കുകൾ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കുട്ടികൾ അവരുടേതായ നിലയിൽ തന്നെ ഇതിനെതിരായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഏറ്റവും ആവേശകരമായ ഒരു കാര്യമാണ്. പെരുമ്പാവൂരിൽ ഞാൻ തന്നെ സന്ദർശിച്ചു, നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു പ്രോഗ്രാമാണ്. അവിടെ ഇന്നലെ ഉണ്ടായ ചെറിയൊരു സംഭവം, അത് നമ്മൾ അംഗീകരിക്കില്ല. കാരണം അത്
പോലീസിൻ്റെ ജോലിയാണ്. നിങ്ങൾക്ക് കണ്ടെത്തി പോലീസിനെ വിളിച്ച് പറയാം. അല്ലാണ്ട് അവിടെ ആൾക്കൂട്ടം ചേർന്ന് ആളുകളുടെ തലമുട്ടയടിക്കുക, ആളുകളെ പീഡിപ്പിക്കുക, ദാറ്റ് വിൽ നോട്ട് ബി എൻകറേജ്ഡ്. അതൊരിക്കലും അംഗീകരിക്കില്ല, അനുവദിക്കില്ല. അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് പോലീസിൻ്റെ ജോലിയാണ് നിയമം നടപ്പാക്കേണ്ടത്. ആ ജോലിക്ക് വേറെ ആളുകൾ ഇറങ്ങിയാൽ അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഇതാണ് ഓപ്പറേഷൻ തൂഫാനെ പറ്റി എനിക്ക് പറയാനുള്ളത്.